തിരുവനന്തപുരം DCC അധ്യക്ഷനായിരുന്ന പാലോട് രവിയുടെ ഫോൺ വിളി വിവാദം KPCC അന്വേഷിക്കും. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല. ശബ്ദരേഖ പ്രചരിച്ചതിലടക്കം അന്വേഷണമുണ്ടാകും. സംഭവത്തിന് പിന്നാലെ തിരുവനന്തപുരം DCCയിൽ പൊട്ടിത്തെറി, ഓഡിയോ പുറത്തുവിട്ട് രവിയെ മനഃപൂർവ്വം ബലിയാടാക്കിയെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തിയതിലും വിമർശനമുയരുകയാണ്. തിരുവനന്തപുരത്തിന് പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, പാലോട് രവിയുടെ തുറന്നു പറച്ചിൽ, അതിന് പിന്നാലെ ഉണ്ടായ രാജി, ശക്തന്റെ താൽക്കാലികമായ ചുമതല കൈമാറ്റം, ഇതൊക്കെയും വലിയൊരു പൊട്ടിത്തെറിയാണ് DCCയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പാലോട് രവിയുടെ ശബ്ദ സംഭാഷണം പുറത്തായതിന് പിന്നിൽ തന്നെ DCCയിലെയും യൂത്ത് കോൺഗ്രസിലെയടക്കം ഭിന്നത, ആഭ്യന്തര പ്രശ്നങ്ങൾ അതാണ് കാരണം എന്ന രീതിയിലുള്ള വിലയിരുത്തൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് KPCC നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ രാജ്യം തുടർ സംഭവവികാസങ്ങളും, അല്ലേ? KP സുരേഷ്, പാലോട് രവിയുടെ രാജിയും വിവാദ ഫോൺ സന്ദേശവുമെല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പൊട്ടിത്തെറികൾക്കുമാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യം. അതായത് ഫോൺ വിളി വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് പാലോട് രവിയെ വിമർശിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. മാത്രമല്ല, ഇത് കോൺഗ്രസിൽ തന്നെ നിലവിലെ ഈ തമ്മിൽ പോരാണ്. ഇതിന് പിന്നിൽ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നിൽ ഉള്ള ചേതോവികാരം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആക്ഷേപങ്ങൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിലിപ്പോൾ അന്വേഷണമാണ് ആദ്യം നടക്കാൻ പോകുന്നത്. KPCC നേതൃത്വം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഉൾപ്പെട്ട സംഘം അന്വേഷിക്കും ഈ ഫോൺ വിളി സംബന്ധിച്ച വിവരങ്ങൾ, ഫോൺ വിളി അടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മറ്റ് വിഷയങ്ങളും KPCC നേതൃത്വം ഇടപെട്ടുകൊണ്ടുള്ള മറ്റ് വിഷയങ്ങൾ, അതായത് DCCയിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ, ഇതിന് പിന്നിൽ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നിൽ DCCക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പടലപ്പിണക്കങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് സമാനമായ രീതിയിൽ മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് ആരുടെ ഭാഗത്താണ് ഇത് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ KPCC നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ് ഈ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അച്ചടക്ക സമിതി അധ്യക്ഷനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയങ്ങളെല്ലാം അന്വേഷിക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ ഇടയാക്കിയ സംഭവമായിരുന്നു വിവാദ ഫോൺ സന്ദേശം എന്ന് പറയുന്നത്. ഒരു സ്വകാര്യ സന്ദേശമായിരുന്നു പാലോട് രവി നടത്തിയത്. മറ്റൊരു തൻ്റെ വിശ്വസ്തൻ എന്ന് പറയാം, അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റൊരു നേതാവുമായി നടത്തിയ സ്വകാര്യ സന്ദേശം അത് പുറത്താകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫോൺ കോള് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് തുടക്കത്തിൽ അതിനെ പ്രതിരോധിക്കാൻ പാലോട് രവി തന്നെ നീക്കം നടത്തിയെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് KPCCയിൽ തന്നെ മുതിർന്ന നേതാക്കൾ പാലോട് രവിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോവുകയും ചെയ്തതോടെയാണ് രാജി എന്ന നിലയിലേക്ക് പാലോട് രവി. പ്രശാന്ത്, ഇവിടെ സീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട്, സീറ്റ് ആവശ്യവുമായി ബന്ധപ്പെട്ട് പാലോട് രവിയുടെ നിലപാടുകൾ, ആ നിലപാടുകൾക്കെതിരെ പരസ്യമായും രഹസ്യമായ വിമർശനമുണ്ടായിരുന്നു. ആ ഒരു വിമർശനവും ആ ഒരു വിവാദവുമാണ് ഇത്തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തുവിടാൻ കാരണം എന്നുള്ള വിലയിരുത്തലുമുണ്ടല്ലോ. അതായത് പാലോട് രവിയെ പുകച്ച് പുറത്തു ചാടിക്കാൻ ഒരു വിഭാഗം നടത്തിയ ആസൂത്രിതമായ നീക്കമാണ് എന്നുള്ള വിമർശനമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തോടുള്ള കടുത്ത എതിർപ്പ്, വിയോജിപ്പ് മറുവിഭാഗം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതൊക്കെയും തിരുവനന്തപുരം DCCയിലുണ്ടായ ഒരു വിഷയം സംസ്ഥാനത്തുടനീളം വലിയൊരു പ്രതിസന്ധി KPCCക്ക്, കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകാൻ തന്നെയല്ലേ സാധ്യത? പാലോട് രവിയുടെ നേതൃത്വത്തിൽ DCCയിൽ കർശനമായ ചില സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ KP സൂചിപ്പിച്ചപ്പോൾ തന്നെ സീറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളടക്കം, മാത്രമല്ല പല കാര്യങ്ങളിലും കൃത്യമായി തൻ്റേതടക്കമുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പല നേതാക്കൾക്കും DCCയിൽ തന്നെയുള്ള പല ജില്ലാ നേതാക്കൾക്കടക്കം അതൃപ്തി ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം ഈ വിവാദത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണമായി എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പാലോട് രവിയുടെ തന്നെ ഒരു വിശ്വസ്തരായ മറ്റൊരാളുമായിട്ടാണ് ഈ ഫോൺ സന്ദേശം നടത്തിയത്. പക്ഷേ അതെങ്ങനെ ചോർന്നു എന്നതും, മാത്രമല്ല അത് മാധ്യമങ്ങളിലേക്ക് എത്തപ്പെട്ടതടക്കം
ആണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയും കെ പി പറഞ്ഞതുപോലെ തന്നെയും ഈ DCC നേതൃത്വത്തിനുള്ളിലുള്ള പടലപ്പിണക്കങ്ങളാണ്, അല്ലെങ്കിൽ ചില ചേരിപ്പോരാണ് ഇത് ശബ്ദ സന്ദേശമടക്കം പുറത്തു വരികയും വലിയ രീതിയിൽ വിവാദമാക്കുകയും ചെയ്തതിന് കാരണമായി പറയുന്നത്. അതുതന്നെയാണ് ഈ പല സമയത്തുള്ള പല സാഹചര്യങ്ങളിൽ പാലോട് രവി സ്വീകരിച്ച നിലപാടുകളെല്ലാം തിരിച്ചടിയാവുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു പാലോട് രവി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് രാജി എന്ന നിലയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം എത്തിച്ചത്. വലിയ രീതിയിൽ സമ്മർദ്ദം ഇതിന് പിന്നിൽ ഉണ്ടായതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം തുടക്കത്തിൽ അദ്ദേഹം ഇതിനെ ന്യായീകരിക്കുന്ന ഒരു നിലയായിരുന്നു നമ്മൾ മാധ്യമങ്ങളിലൂടെ അടക്കം പറഞ്ഞത്. ഇതിൽ തൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല, അത്തരത്തിലുള്ള പിഴവുകളും ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രവർത്തകനോട് വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി എങ്ങനെ നിലകൊള്ളണം, പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്, സംഘടനാ വിഷയങ്ങൾ പറഞ്ഞതാണ്. അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചത് മാത്രമാണ് ശബ്ദ സന്ദേശമായി പുറത്തു വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനാണ് നോക്കിയെങ്കിൽ തുടർന്നുള്ള സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ആയതോടുകൂടിയാണ് വൈകുന്നേരത്തോടുകൂടി രാജി എന്ന നിലയിലേക്ക് പാലോട് രവി എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇതോടുകൂടി തന്നെ വീണ്ടും തിരുവനന്തപുരത്തെ DCC നേതൃത്വവും KPCCയും എല്ലാം മറ്റൊരു നിലയിൽ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല മുൻപത്തേക്കാൾ കൂടുതൽ ശക്തമായി ഗ്രൂപ്പ് വഴക്ക് അടക്കം തലപൊന്നുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്ന കാര്യത്തിലും കടുത്ത ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലമായി ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കോൺഗ്രസിനുള്ളത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും മണ്ഡലം കമ്മിറ്റി അടക്കമുള്ള ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരിക്കും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരിക. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസ് പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രതിരോധത്തിലാകുകയും ചെയ്യും. മാത്രമല്ല എന്നേക്കുമായി കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ അസ്തമിച്ചു പോകുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ നേതാക്കൾക്കിടയിൽ ആശങ്കയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയൊരു വിവാദം കൂടി പൊട്ടിപ്പുറപ്പെടുകയോ ചെയ്യുന്നത്. എന്തായാലും നിലവിൽ നിലവിൽ KPCC നേതൃത്വം നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിലൊരു പരസ്യ പ്രതികരണം, മാധ്യമങ്ങൾക്കടക്കം പരസ്യമായി പ്രതികരണം നൽകേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം പരസ്യ പ്രതികരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പിന്നീട് തമ്മിൽ പോരും മൂർച്ചയാക്കുന്നതും വാക്കുകൾ കൊണ്ട് പോരാടുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അന്വേഷിക്കാം. എന്നാൽ നേതാക്കളുടെയിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണ്ട, മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നടക്കമുള്ള പാലോട് രവിയുടെ തുറന്നു പറച്ചിൽ, ഫോൺ സംഭാഷണത്തിലെ വാക്കുകളാണ് പുറത്തായതെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണ് എന്ന് KPCC നേതൃത്വത്തിന് അറിയാം, കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു തുറന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട എന്നുള്ള ഒരു പ്രതിരോധ നയം തന്നെയാണ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനുള്ളിൽ ഇതിനെ ചൊല്ലി വലിയ പൊട്ടിത്തെറി രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.